ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്, പുതിയ പാഠപുസ്തകമാണ്. അതിലെ യൂണിറ്റ് 2 വിങ്സ് ഓഫ് ഹോപ്പാണ്. സെക്കൻഡ് ചാപ്റ്റർ ആയ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫിലെ മുഴുവൻ ആക്ടിവിറ്റീസിൻ്റെയും ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ്, പാർട്ട് 2 ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ പാർട്ട് 2 ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ എക്സസൈസ്, ആക്ടിവിറ്റീസ്, ഇതിൻ്റെ ഉത്തരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്, ജെറോം കെ ജെറോമിൻ്റെ ചാപ്റ്ററാണ്. നമ്മളതിലെ ആദ്യ ആക്ടിവിറ്റി ആയ ലെറ്റ്സ് റിവൈൻഡ് നോക്കുന്നു. ലെറ്റ്സ് റിവൈൻഡിൽ 5 ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഹാപ്പൻഡ് വെൻ ദ നറേറ്റർ ബിഗാൻ റീഡിംഗ് ദ മെഡിക്കൽ എൻസൈക്ലോപീഡിയ. അപ്പോൾ മെഡിക്കൽ എൻസൈക്ലോപീഡിയ വായിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വെൻ ദ നറേറ്റർ ബിഗാൻ റീഡിംഗ് ദ മെഡിക്കൽ എൻസൈക്ലോപീഡിയ ഹി സ്റ്റാർട്ടഡ് ടു ബിലീവ് ദാറ്റ് ഹി ഹാഡ് എവറി ഡിസീസ് ഹി റീഡ് അബൌട്ട്. ഹി റീഡ് ദ സിംറ്റംസ് ഓഫ് ഡിസീസസ് ലൈക്ക് ടൈഫോയിഡ് ഫീവർ, കോളറ ആൻഡ് ഡിഫ്തീരിയ ആൻഡ് കൺവിൻസ്ഡ് ഹിംസെൽഫ് ദാറ്റ് he was suffering from all of them except housemaid's knee. അപ്പോൾ ആ മെഡിക്കൽ എൻസൈക്ലോപീഡിയ വായിച്ചപ്പോൾ ഇയാൾ കരുതുന്നത് അതിൽ ഇയാൾ വായിച്ച എല്ലാ രോഗങ്ങളും ഇയാൾക്ക് ഉണ്ട്, ഒന്നു മാത്രമില്ല, ഏതാണ്? ഹൗസ്മെയ്ഡ്സ് നീ എന്ന അസുഖം ഒഴികെ ബാക്കിയെല്ലാം തനിക്ക് ഉണ്ട് എന്നതായിരുന്നു ഇദ്ദേഹം ബിലീവ് ചെയ്തത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ നറേറ്റേഴ്സ് വിസിറ്റ് ടു ദ ഡോക്ടർ ചേഞ്ച് ഹിസ് പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ്. അപ്പോൾ ഡോക്ടറിനെ വിസിറ്റ് ചെയ്തതിന് ശേഷം ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിൽ എന്ത് മാറ്റമാണ് നറേറ്ററിന് സംഭവിച്ചത്? ദ നറേറ്റേഴ്സ് വിസിറ്റ് ടു ദ ഡോക്ടർ ചേഞ്ച് ഹിസ് പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി. ഹി റിയലൈസ്ഡ് ഹി വാസ് നോട്ട് ആണ് കേട്ടോ, ഹി വാസിൻറ്റ് ആക്കിയാൽ മതി. ഇവിടെ he was not ആണ് കേട്ടോ, he was not എന്നാക്കിക്കോളൂ. he was not actually sick with deadly diseases. The doctor's prescription was not for medicine but for a healthy lifestyle, a balanced diet, daily walks, good sleep, and not worrying about things he doesn't understand. This made him understand that a healthy life comes from simple good habits, drugs and medications. ഓക്കെ, ഇത് വേണ്ട കേട്ടോ, ഡ്രഗ്സ് ആൻഡ് മെഡിക്കേഷൻസ് ഒന്നും വേണ്ട, ഗുഡ് ഹാബിറ്റ്സ് വരെ മതി. നെക്സ്റ്റ്, വാട്ട് ആസ്പെക്ട് ഓഫ് ദ നറേറ്റേഴ്സ് ക്യാരക്ടർ ഇസ് റിവീൽഡ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ നറേറ്ററിൻ്റെ ക്യാരക്ടർ എന്താ? സ്റ്റോറി റിവീൽസ് ദാറ്റ് ദ നറേറ്റർ ഈസ് എ ഹൈപ്പോകോൺഡ്രിയാക്യ person who worries too much about his health and easily imagines that he has serious illnesses. He is easily influenced by what he reads and he has a tendency to panic, but he also has a humorous and dramatic personality. Next, how does the narrator's experience bring out the risk of self-diagnosis and the benefits of taking medical advice? എങ്ങനെയാണ് അയാളുടെ മാറ്റം എന്തായിരുന്നു അയാൾക്ക് മെഡിക്കൽ അഡ്വൈസ് അനുസരിച്ചപ്പോൾ? The narrator's experience shows that great risk of self-diagnosis by reading a medical book. He wrongly diagnosed himself with almost every diseases and became sick with worry. The benefit of taking medical advice is shown when his doctor correctly understands that the problem is in his mind, not his body, and gives him practical advice that saves him from his anxiety. അടുത്ത ചോദ്യം, ഹാവ് യു ഹേർഡ് ഓഫ് ദ സേയിങ് എ ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി? വാട്ട് ഡു യു തിങ്ക് ഇറ്റ് മീൻസ് ഇൻ ദ ലൈറ്റ് ഓഫ് എ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ലൈഫ്, എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അതും ഇതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. യെസ്, ഐ ഹാവ് ഹേർഡ് ദ സേയിങ്. ഇൻ ദിസ് സ്റ്റോറി ദ സേയിങ് ക്യാൻ ഓൾസോ മീൻ ദ ഓപ്പോസിറ്റ്. എ ഹെൽത്തി മൈൻഡ് ലീഡ്സ് ടു എ ഹെൽത്തി ബോഡി. The narrator's mind was unhealthy with worry, which made him feel physically sick. The doctor's prescription was to heal his mind. Don't stuff up your head with things you don't understand. When his mind became calm and healthy, his body also felt better. ഇനി ലെറ്റ്സ് എക്സ്പ്ലോറിലെ ആക്ടിവിറ്റി 1 ആണ്. ദ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഹാവ് ബീൻ ജംബിൾഡ്, റീറൈറ്റ് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. തന്നിരിക്കുന്നതിന് നമ്മളൊന്ന് കറക്റ്റ് ഓർഡറിൽ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെയും ലാസ്റ്റത്തെ അവർ തന്നിട്ടുണ്ട്. ജെറോം ഗോസ് ടു ദ ബ്രിട്ടീഷ് മ്യൂസിയം ടു ലേൺ മോർ അബൌട്ട് ആൻ ഇൽനെസ്, ആദ്യത്തെയാണ്. 2, there he reads the medical encyclopedia and believes he has all the illnesses mentioned in it. He decides to consult his doctor for help. He expresses his fear to the doctor.
The doctor examines him and gives him a prescription. Jerome takes the prescription to the pharmacy. The chemist reads the prescription and finds it interesting. Jerome takes the prescription back and reads it for the first time. It was some common sense advice on proper diet and exercise. Last, Jerome leaves the pharmacy feeling hopeful. അടുത്ത ചോദ്യം, draft a detailed narrative using the sentences above. You may rephrase them and add more sentences. Add suitable linkers to make the narrative interesting. അപ്പോൾ അത് narrative ആണ്. The story begins when the narrator Jerome goes to the British Museum to research an illness he suspects he has. First, he reads the medical encyclopedia, but this only makes things worse, as he soon believes he has almost all the illnesses mentioned in it. Feeling horrified by his self-diagnosis, he decides that he must consult his doctor for help. Therefore, he goes to his doctor, who is an old friend. At the clinic, he expresses his fear to the doctor, dramatically explaining that he has every disease except for housemaid's knee. After listening patiently, the doctor examines him and writes a prescription. Without reading it, Jerome takes the prescription straight to the nearest pharmacy. There, the chemist reads the prescription but hands it back, saying he cannot provide what is written. Feeling confused, Jerome takes the prescription back and reads it for the first time himself. He is surprised to see that it was not for medicines but some common sense advice on proper diet and exercise. Finally, understanding that his problem was only in his mind, Jerome feels relieved and hopeful, ready to follow the doctor's simple, wise advice. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് ഡയറി എൻട്രി ആണ്. തന്നിരിക്കുന്ന ഡയറി എൻട്രി വായിക്കുക. എന്നിട്ട് 3 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരം എഴുതണം. ആദ്യ ചോദ്യം വരുന്നത്, വാട്ട് സ്റ്റൈൽ ഓഫ് നറേഷൻ ഡു യു ഒബ്സർവ് ഇൻ ദ ഡയറി എൻട്രി എബോവ്? ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ്, അയാൾ തന്നെയാണ് നറേറ്റ് ചെയ്യുന്നത്. അടുത്തത്, ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഡയറി എൻട്രി ഫോർമൽ ഓർ ഇൻഫോർമൽ? ഇൻഫോർമൽ ആണ്. വാട്ട് കൈൻഡ് ഓഫ് ഇവൻറ്റ്സ് ഓർ എക്സ്പീരിയൻസസ് ഡു വി ഇൻക്ലൂഡ് ഇൻ എ ഡയറി എൻട്രി? We usually include personal thoughts, feelings, memories and significant events or experiences that happen during the day. അടുത്തത്, റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട്സ് ആണ്. നിങ്ങൾക്ക് 2 എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്, സാമ്പിൾ എ സാമ്പിൾ ബി വായിക്കുക. എന്നിട്ട് ഷെയർ യുവർ തോട്ട്സ് ബൈ ഫില്ലിംഗ് ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ടേബിൾ. സാമ്പിൾ എയും സാമ്പിൾ ബിയും വെച്ചിട്ട് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എഴുതേണ്ടതാണ്. തേർഡ് പേഴ്സൺ ആണ് ആദ്യത്തെ സാമ്പിൾ എ, സാമ്പിൾ ബി ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആണ് കേട്ടോ. അടുത്ത, പർപ്പസ് ടു ടെൽ എ സ്റ്റോറി എബൌട്ട് ആൻ ഇവൻ്റ് ആണ്. അപ്പുറത്ത് സാമ്പിൾ ബി അവർ തന്നിട്ടുണ്ട്, ടു റെക്കോർഡ് പേഴ്സണൽ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസ്. അടുത്തത്, സാമ്പിൾ എ സ്റ്റൈൽ ഡിസ്ക്രിപ്റ്റീവ് ആണ്, സാമ്പിൾ ബി റിഫ്ലക്റ്റീവ് ആണ്. അടുത്ത സ്ട്രക്ചർ, സാമ്പിൾ എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ് ആണ്, സാമ്പിൾ ബി ഓർഗനൈസ്ഡ് ബൈ ഡേറ്റ്, ഫോക്കസസ് ഓൺ പേഴ്സണൽ ഫീലിങ്സ്. ഇനി സാമ്പിൾ എ എന്ന് പറയുന്നത് ഒരു നറേറ്റീവ് ആണ്, സാമ്പിൾ ബി ഒരു ഡയറി എൻട്രി ആണ്. Now, let's attempt the likely diary entry of the chemist at the pharmacy. ആ ഫാർമസിയിലെ കെമിസ്റ്റിൻ്റെ ഡയറി എൻട്രി ആണ് എഴുതേണ്ടത്. എ വെരി സ്ട്രേഞ്ച് തിങ് ഹാപ്പൺ ടുഡേ എന്ന് അവർ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക, ഡേറ്റ് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വെനസ്ഡേ 20th July 2026 കൊടുത്തിട്ടുണ്ട്. എ വെരി സ്ട്രേഞ്ച് തിങ് ഹാപ്പൺ ടുഡേ. എ മാൻ കെയിം ഇൻ ടു ദ ഫാർമസി ടുഡേ ആഫ്റ്റർനൂൺ ലുക്കിംഗ് വെരി പെയിൽ ആൻഡ് വറീഡ്. ഹി സൈലൻ്റ്ലി ഹാൻഡഡ് മീ എ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. I thought it would be for some complex medicine given his anxious look, but when I read it, I was astonished. The prescription said a balanced diet, a 10-mile walk every morning, and don't stuff your head with things you don't understand. It was the most unusual prescription I have ever seen in my life. I had to politely hand it back and explain that since I'm only a chemist, I couldn't provide him with a balanced diet or a 10-mile walk. He looked so confused and left with the paper in his hand. I wonder what his story was. I would like to know if he took the doctor's advice and became better. ആക്ടിവിറ്റി 3 ആണ് അടുത്തത്. നമുക്ക് ആദ്യം ലെറ്റ്സ് റീഡ് ദ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ അഗൈൻ. ഡു യു തിങ്ക് ദിസ് പ്രിസ്ക്രിപ്ഷൻ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ഹെൽത്തി ലിവിങ്? വായി ചോദിച്ചിട്ടുണ്ട്, യെസ് അത് കൊടുക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള ആൻസർ താഴെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറയാം. ദ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ ഹാബിറ്റ്സ് ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ഈസ് ഗിവൺ ബിലോ. ആഡ് എ ഫ്യൂ മോർ സച്ച് എക്സ്പ്രഷൻസ് ടു ദ ലിസ്റ്റ്. നല്ല ഗുഡ് ഹെൽത്തിന് വേണ്ട കാര്യങ്ങളാണ്: ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ്, ഡ്രിങ്ക് ഇനഫ് വാട്ടർ, സ്ലീപ്പ് വെൽ, exercise regularly, maintain personal hygiene, spend quality time with family and friends.
Don't you think that while we practice healthy habits, we should also avoid unhealthy practices? Why? നമ്മൾ healthy habits follow ചെയ്യുമ്പോൾ unhealthy practices നമ്മൾ വേണ്ടാന്ന് വെക്കണം. Yes, it is very important to avoid unhealthy practices. Unhealthy practices ruin our life. നശിപ്പിക്കും. For example, even we exercise daily, eating too much junk food can still lead to health problems. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ഫോർ എ ട്രൂലി ഹെൽത്തി ലൈഫ് വി മസ്റ്റ് ഡു ഗുഡ് തിങ്സ് ആൻഡ് അവോയ്ഡ് ബാഡ് തിങ്സ് അറ്റ് ദ സെയിം ടൈം. അടുത്തത്, നൗ ആഡ് എ ഫ്യൂ മോർ ടു ദ ലിസ്റ്റ് ഓഫ് അൺഹെൽത്തി പ്രാക്ടീസസ് വി ഷുഡ് അവോയ്ഡ്. നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസ് എന്തൊക്കെയാണ്? ടു മച്ച് ജങ്ക് പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക. ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, നമ്മൾ എക്സസൈസ് ചെയ്യണം. എക്സസീവ് സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യുക. ഗോയിങ് ടു ബെഡ് വെരി ലേറ്റ് അറ്റ് നൈറ്റ്, സ്കിപ്പിംഗ് മീൽസ് എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ്, സ്മോക്കിംഗ് ഓർ യൂസിങ് അതർ ഹാംഫുൾ സബ്സ്റ്റൻസസ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്തത്, we have discussed the healthy habits we need to develop and the unhealthy practices that we should avoid. Now write a paragraph on the role of habits in shaping health and well-being. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മളൊരു പാരഗ്രാഫ് ഉണ്ടാക്കണം. നമ്മുടെ ഹെഡിങ് എന്താ? The role of habits in shaping health and well-being ആണ്. Our daily habits serve as the foundational building blocks for our long-term health and overall well-being. Positive routines such as consuming nutrient-dense meal, engaging in consistent physical activity, and prioritizing restorative sleep systematically strengthen the body's immune system and boost mental clarity. Conversely, habitual practices like a sedentary lifestyle, poor dietary choices, and chronic stress management neglect can gradually erode our physical resilience and mental health. Because health is a cumulative outcome of our repetitive daily choices rather than a product of chance. Cultivating conscious positive rituals is essential. By intentionally breaking harmful cycles and reinforcing constructive behaviors, we empower ourselves to sustain a vibrant, energized, and fulfilling life. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. എല്ലാ കമൻസിനും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.